നമസ്കാരം കേട്ടോ. ഒരു സംഭവം ഞാൻ സ്ഥിരമായി കാണുന്നുണ്ട്. പൊതു ടോയ്ലറ്റുകളുണ്ടല്ലോ, പൊതു ശൗചാലയങ്ങൾ എന്ന് പറയുന്നത്, അവിടെയൊക്കെ ചെരുപ്പ് കാണാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ പല പള്ളികളിൽ കാണാൻ പറ്റും, മാളുകൾ ഉണ്ടാവും, ആശുപത്രികൾ ഉണ്ടാവും, പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നതാണ്. ചെരുപ്പ് ഉണ്ടാവും. ടോയ്ലറ്റ് പോകാനും കക്കൂസ് പോകാനൊക്കെ ചെരുപ്പ് ധരിച്ചു പോകാൻ വേണ്ടി ചെരുപ്പ് അവിടെ സംഘാടകർ വെച്ചിട്ടുണ്ടാവും. ഇവർ വാങ്ങി വെച്ച ചെരുപ്പിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, അത് വാങ്ങിയ അന്നായിരിക്കും ഇത് കഴുകിയിട്ടുണ്ടാവുക. അതുവരെ ഇതിലെല്ലാം മുഴുവൻ ചെളികളും വഴുക്കലും അതേപോലെ അഴുക്കും പൂർണ്ണമായിട്ടും അതിലുണ്ടായിരിക്കും. എന്നിട്ട് ഈ വരുന്ന ആളുകൾ ആ ടോയ്ലറ്റിൽ പോകുകയാണെങ്കിൽ എല്ലാവരും ഇതേ ചെരുപ്പാണ് ഉപയോഗിക്കുക. ഇതൊന്നും കഴുകാനൊന്നും ആരും ഉണ്ടാവാറില്ല. ചില ചെരുപ്പിലൊക്കെ ചിലപ്പോൾ മൂത്രത്തിന്റെ പോയിന്റൊക്കെ ചിലപ്പോൾ ഉണ്ടാവാതെ ഇരിക്കാം. പക്ഷെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എന്തിനാണ് ഇത് ചെരുപ്പ് വെച്ചിട്ടുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ ശൗചാലയത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് പുറത്തുനിന്നുള്ള ചെളി കയറരുതെന്ന് എഴുതിയിട്ടാണ്. കാരണം പുറത്തുനിന്ന് വരുന്ന ആളുകൾ ചിലപ്പോൾ ചാണകം ചവിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു അഴുക്ക് ചവിട്ടിയിട്ടുണ്ടാവാം. ഇത് ചവിട്ടിക്കൊണ്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് വൃത്തികേടാവരുതെന്ന് കരുതിയിട്ടാണ് ഈ ചെരുപ്പ് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പുറത്തൊരു ബോർഡും ഒരു ചെറിയ ടാപ്പും വെച്ചാൽ പോരെ. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് കഴുകിയിട്ട് വേണം പ്രവേശിക്കുക എന്ന് എഴുതിയാൽ പോരെ. ഈ വരുന്ന ആളുകൾ അവനാന്റെ ചെരുപ്പ് തന്നെ കഴുകിയിട്ട് അതിന്റെ ഉള്ളിൽ പ്രവേശിക്കൂലേ? അപ്പൊ അതിൽ ചെളി ആവൂലല്ലോ. മരിത് രോഗാവസ്ഥ പടരല്ലേ ചെയ്യുക. കാരണം ചില ആളുകൾക്കൊക്കെ കാലിലൊക്കെ ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടാവാം, പാണ്ടുകൾ, അതേപോലെ അങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരുന്നതല്ലേ. അപ്പൊ ഈ രോഗങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയാണോ നമ്മൾ ഇത്തരം ചെരുപ്പുകൾ വെക്കുന്നത്? അതോ ചെരുപ്പ് വെറുതെ ആളുകൾക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു വസ്തുവാക്കിയിട്ടോ? എന്തായാലും നിങ്ങളുടെ അനുഭവം എന്ന് പറയും. കാരണം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇത് പറയുന്നത്. കാരണം അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെളി പ്രവേശിക്കരുത് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ പുറത്തൊരു ടാപ്പോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം വെച്ചിട്ട് ഈ ടോയ്ലറ്റ് പ്രവേശിക്കുന്ന ആളുകൾ സ്വന്തം ചെരുപ്പ് കഴുകിയിട്ട് വേണം അതിലേക്ക് പ്രവേശിക്കാൻ, ചെളി അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന എഴുതിയാൽ പോരെ. അതല്ലാതെ ഈ ചെരുപ്പ് ധരിച്ചുകൊണ്ട് കയറുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഒറ്റ ചെരുപ്പ് തന്നെ ഇടുക. അങ്ങനെയെങ്കിൽ ആ ചെരുപ്പ് കഴുകി വൃത്തിയാക്കി വെക്കണ്ടേ? അത് ആര് ചെയ്യും? ഈ ഉപയോഗിക്കുന്ന ആൾ ചെയ്യുമോ? ഒരിക്കലും ചെയ്യുന്നില്ല. കാരണം പൊതുവെ കാണുന്ന ഒരു സംഭവമാണ്. അങ്ങനെ അത്ര സ്ഥലങ്ങളിൽ കാണുന്ന പല ചെരുപ്പുകളും നോക്കുമ്പോൾ ഒക്കെ ഫുൾ അഴുക്കായിരിക്കും അധികം. എല്ലാവരും അല്ലേ പറയുന്നത്, പൊതു ഇടങ്ങളിൽ കാണുന്ന മുഴുവൻ ചെരുപ്പുകളിലും കാണുന്നത് അഴുക്കുണ്ടാവാം, വഴുക്കലുണ്ടാവാം. ആരത് നോക്കുന്നത്? ആരത് ശരിയാക്കുന്നത്? അതുകൊണ്ട് സ്വന്തം ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഒപ്പം തന്നെ പുറത്ത് ടാപ്പ് വെക്കുക. ആ ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് അഴുക്ക് കയറാതിരിക്കാൻ വേണ്ടി സ്വന്തം ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിലും അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ടോയ്ലറ്റ് പ്രവേശിക്കുക. എന്നാൽ നല്ലതല്ലേ? ഓക്കെ, വല്ലാത്ത ജാതി. ഓക്കെ.